പ്രേക്ഷകർക്ക് ഫസ്റ്റ് ഓഫ് ഈ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക. അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ പോകുന്നു. ഈ വീഡിയോ കാണുമ്പോൾ അതിനുള്ള സമയം അടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. ഫയലുകളിൽ ഇഷ്ടമുള്ളൊരു ഫയൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. അതിന് മുമ്പ് ഈ നമ്മുടെ ചാനൽ കാണുന്നതിൽ ഏതാണ്ട് 40% പേര് ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് ആദ്യത്തെ ആ പിങ്ക് നിറത്തിലുള്ള ജീവി, പിങ്ക് ഫെറി അർമാഡിലോ എന്നാണ് ആ അപൂർവ ജീവിയുടെ പേര്. അതിനെ പൈലായി സ്വീകരിച്ചോടെ റീഡിങ്ങിലേക്ക് പോകാം. ഈ സുന്ദരമായ ചെറുതും ഉറപ്പുള്ളതുമായൊരു ഹൃദയത്തെയാണ് ഈ മൃഗം സൂചിപ്പിക്കുന്നത്, പ്രതികരിക്കുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തി എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, ആ വ്യക്തിക്ക് എത്ര ധനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആ വ്യക്തി നിങ്ങളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. ആ വ്യക്തി ഒരു സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, എപ്പോഴും നിലനിൽക്കുകയാണ്. നിങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്, അല്ലാതെ മറന്നു പോകുന്നില്ല. ആവശ്യത്തിന് വേണ്ടി മാത്രം കാണുന്നതോ പിന്നീട് തള്ളിക്കളയുന്നതോ ഒരു ബന്ധമല്ല. നിഷ്കളങ്കതയുള്ളൊരു പ്രണയമാണ് നിങ്ങളുടെ ആ വ്യക്തിയുടെ. ഒട്ടും അതിശയോക്തിയില്ല, നിഷ്കളങ്കതയുള്ളൊരു പ്രണയമാണ്. ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങളെ തള്ളി പറയാൻ കഴിയില്ല. നിങ്ങളുടെ ആബ്സെൻസിൽ പോലും നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നിങ്ങളുടെ ആബ്സെൻസിൽ പോലും നിങ്ങളെ കുറ്റപ്പെടുത്താതെ നിങ്ങളെ വളരെ ഇഷ്ടത്തോടു കൂടി സ്നേഹിക്കുന്ന, വളരെ ഇഷ്ടത്തോടു കൂടി കാണുന്ന ഒരു വ്യക്തിയാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉള്ളത് പുറമെ പറയുന്ന ഒരു ചതിയും വഞ്ചനയില്ലാത്തൊരു വ്യക്തിയാണ്. ആ വ്യക്തി നിങ്ങളോടുള്ള ഇഷ്ടം തുറന്നു പറയാത്തത് ഭയം കൊണ്ടായിരുന്നു. നിങ്ങളത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയം ആ വ്യക്തിക്കുണ്ടായിരുന്നു. ഇപ്പോഴതിൻ്റെ ഒരു ഭയം മാറിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമല്ലായിരിക്കും. ആ വ്യക്തിക്ക് പല ആളുകളായിട്ട് സംസാരവും ബന്ധമൊക്കെ ഉണ്ടായേക്കാം. അപ്പോഴൊക്കെ നിങ്ങൾ കരുതിയിട്ടുണ്ടാവും, എന്നെ ഈ വ്യക്തി സ്നേഹിക്കില്ല, എന്നെ സ്നേഹിക്കാനുള്ളൊരു മനസ്സ് ഈ വ്യക്തിക്കില്ല. പക്ഷെ അങ്ങനെയല്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇഷ്ടമുണ്ടായിരിക്കുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് താല്പര്യം ഉണ്ടായിരിക്കുകയാണ്. ആ താല്പര്യം ആ വ്യക്തി കളയുന്നില്ല. ആ വ്യക്തി നിങ്ങളുടെ ആരും ആകാം. നിങ്ങളുടെ കാമുകനോ കാമുകിയോ ഭാര്യയോ ഭർത്താവോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരും ആകാം. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെപ്പോഴും ഉണ്ട്. നിങ്ങളെക്കുറിച്ച് എന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ വ്യക്തി. അതുകൊണ്ട് തന്നെ നിങ്ങളൊട്ടും ഭയപ്പെടേണ്ട. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ അപൂർവമായ സ്നേഹമാണ്, മറ്റാർക്കും കിട്ടാത്തൊരു സ്നേഹമാണ്. അത് നിങ്ങൾ കാത്ത് സൂക്ഷിക്കുക. നമുക്ക് രണ്ടാമത്തെ ഫയലിലേക്ക് വേഗം പോകണം. ഒക്കാപ്പി എന്ന് പറയുന്ന അപൂർവ ഇനത്തിലുള്ളൊരു മൃഗത്തെയാണ് നമ്മുടെ രണ്ടാമത്തെ ഫയലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്രതീക്ഷിതമായൊരു ബന്ധമാണ്. നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരിഷ്ടം, സ്നേഹം നിങ്ങളോട് കാണിക്കുന്നു. നിങ്ങൾക്ക് മറ്റു പലരും നിങ്ങളെ സ്നേഹിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമെന്ന് നിങ്ങളൊട്ടും വിചാരിച്ചില്ല. കാരണം ഈ വ്യക്തിയുടെ സ്നേഹം അപൂർവമാണ്. നിങ്ങൾ ഒരിടത്തും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഈ വ്യക്തി അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് പറയാൻ മടിക്കുന്നത്. കാരണം ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറായില്ല എന്ന് ആ വ്യക്തിക്ക് ഉറപ്പുണ്ട്. നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്തൊരാൾ, നിങ്ങൾ മനസ്സിൽ പോലും ആ ഇഷ്ടത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. അതുപോലെ തന്നെ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതിയിട്ടില്ല. വളരെ അപൂർവങ്ങളിൽ അപൂർവമായി വന്ന, ഒരു സാധ്യതയില്ലാത്ത, നിങ്ങളെപ്പോഴും ഒരുപക്ഷെ നേരിട്ട് കാണാത്തവരായിരിക്കാം, എങ്ങനെയോ ഒരു അപൂർവ ബന്ധം സാധ്യമായിരിക്കുന്നു. പക്ഷെ അതിൻ്റെ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ വ്യക്തി ഇഷ്ടം പറയുമ്പോൾ നിങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം നിങ്ങൾക്കൊരു സംശയം ചിലപ്പോൾ ഉണ്ടായി കാണും, എന്നെ ഇഷ്ടപ്പെട്ടേക്കാം, ഈശ്വരൻ അനുഗ്രഹിച്ചാൽ ഞാനും ഈ വ്യക്തിയും തമ്മിൽ ഒന്നായേക്കാം എന്നുള്ളൊരു വിദൂര ചിന്ത നിങ്ങൾക്ക് എവിടെയും ഉണ്ടാകാം. ഒന്നിലെ ആ വ്യക്തിക്കുണ്ടാകാം. പക്ഷേ ഏറ്റവും വലിയ രസകരമായ സംഭവം, ആ വ്യക്തി തൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടം കുറേ കാലമായി കാത്തു സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. പറയാനുള്ള മടിയുണ്ടായിരുന്നു. അംഗീകരിക്കപ്പെടുമോ, നിങ്ങൾ ഓടിച്ചു കളയുമോ, അല്ലെങ്കിൽ നിങ്ങൾ നിലവിലുള്ള ബന്ധത്തിന് തന്നെ എതിരായി നിൽക്കുമോ എന്നുള്ള ഭയമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും പുറത്ത് ഇപ്പോൾ കാണിച്ചിരിക്കുന്നു. ആ വ്യക്തിയുമായുള്ള ബന്ധം ഒരിക്കലും മാറാത്തതാണ്. ഹൃദയം ചേർന്ന ബന്ധമാണ്.
നിങ്ങൾക്ക് ഒരിക്കലും ആ ബന്ധം ഒരു ബന്ധമായിട്ടൊന്നും കണക്കാക്കാൻ കഴിയില്ല. സമയം പോക്കിനുള്ളൊരു ബന്ധമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. അത് നിങ്ങളുടെ ഹൃദയത്തിൽ ആ വ്യക്തിയോട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. ആദ്യം കാണാത്തൊരു ബന്ധമാണ്, ആരും കാണാത്തൊരു ബന്ധമാണ്. പക്ഷേ ഇപ്പോൾ അതുപോലെ നിങ്ങൾക്കുള്ള ആ ബന്ധം പുറത്ത് കാണാത്ത വിധത്തിൽ മറച്ചു വച്ചിരിക്കുകയായിരുന്നു. അതാണ് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നത്. ഇങ്ങനെ ഒരു ബന്ധം ഈ വ്യക്തിക്കുണ്ടോ? വെറുതെ ക്ഷണികമായി ഓർക്കുകയല്ല, മനസ്സിൽ ആഴത്തിലുള്ള ഒരു ബന്ധം. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരു ഇടം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. പക്ഷേ പരസ്പരം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയ കാര്യമാണ്. നിങ്ങൾ അത്ഭുതപ്പെടുമെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെ എന്നോട് കരുതുമോ എന്നൊക്കെ നിങ്ങൾ അത്ഭുതപ്പെടുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ അത്ഭുതം ഉണ്ടാകുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ദൃഢമാണ്. മറച്ചു വെച്ച് ഒരുപക്ഷെ അതിന് ഉരുക്കിനേക്കാൾ ശക്തി വന്നിരിക്കുന്നു എന്ന് വേണം പറയാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ വളരെ കാണുന്ന കാഴ്ചക്കാരിൽ വ്യൂവേഴ്സിൽ വളരെ കുറച്ച് പേരിപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക. നിങ്ങളുടെ പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ ഇനിയും ഇടാൻ പ്രചോദനമാവുന്നത് നിങ്ങളുടെ പിന്തുണയാണ്.